നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. വില്ലനിൽ വില്ലൻ മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പം സോഷ്യൽ മീഡിയ മൊത്തവും കത്തി. കാരണം അതുപോലെ ഗംഭീര വില്ലനിസം ആ ഒറ്റ പോസ്റ്ററിനകത്തുണ്ട്. കാരണം മമ്മൂട്ടിക്ക് മാത്രം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നായക കഥാപാത്രം അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പദവി ഉണ്ടെങ്കിൽ നടൻ എന്ന മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു രീതി അസാധാരണമാണ്. ഇപ്പം പലരും പറയാറുണ്ട് മമ്മൂട്ടി 2020 ശേഷമാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വില്ലൻ പരിവേഷങ്ങളുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ടായിരിക്കാം. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് മുന്നിലെത്തുന്നത് വിധേയനിലെ ഭാസ്കര പട്ടേലറാണ്. അസാധാരണ വില്ലൻ കഥാപാത്രമാണ്. അന്നത്തെ സമയത്തൊക്കെ പറയാറുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു നായകൻ. അന്ന് അദ്ദേഹം നായകനായിട്ട് നന്നായിട്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നായകനായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു പക്കാ നെഗറ്റീവ് ക്യാരക്ടർ. അടൂർ ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ സംവിധാനം. ഭയങ്കര ക്രൂരമായ വില്ലൻ. അതിനകത്ത് അതിൽ നായകൻ എന്ന് പറയുന്നത് ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട് നടനാന്ന് പറയാം. നായകൻ യഥാർത്ഥത്തിൽ വില്ലൻ ആണ്. അതിന് ദേശീയ അവാർഡും കിട്ടി. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ പാലേരി മാണിക്യത്തിനകത്തെ ഹാജി. ഒരു രക്ഷയില്ലാത്ത മൃഗീയമായ കൊടൂരനായ ഒരു വില്ലൻ കഥാപാത്രം നമുക്ക് തോന്നും. അതിനകത്ത് 3 വ്യത്യസ്ത റോൾ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചു. അതിനകത്ത് ഹാജി അതിനകത്ത് ഒരു വേഷം മാത്രമായിരുന്നു. പക്ഷേ ഈ 3 വേഷവും വ്യത്യസ്തമായിട്ട് തന്നെ നിന്ന സിനിമയിൽ. പക്ഷേ ഹാജിയെ നമ്മൾ അഭിനയസിദ്ധി കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹാജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഹാജിയുടെ വില്ലനിസം ഭയങ്കരമായിട്ട് നിന്നു. അതായത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ നായകനായിട്ട് നിൽക്കുമ്പം ഇതുപോലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു നടനും ചാൻസ് വളരെ കുറവായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളൂ. അവിടാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സ്ഥിരമായി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നൊരു കഥാപാത്രമാണ് മുന്നറിയിപ്പിനകത്തെ രാഘവൻ. അദ്ദേഹത്തിൻ്റെ ആ സിനിമയ്ക്കകത്തുള്ള രീതി കണ്ടറിയാം. വളരെ സൈലൻ്റായിട്ടൊരു കഥാപാത്രം. ക്ലൈമാക്സ് കൊണ്ട് മാത്രം നമ്മളെ ഞെട്ടിച്ച്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് രാഘവൻ ഒരുപക്ഷെ അത്രയും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല കഥാപാത്രം. അതായത് ഡിഗ്രേഡ് ചെയ്തൊരു കഥാപാത്രം. പക്ഷേ അത് ഭയങ്കര കഥാപാത്രമാണ്. കാരണം വളരെ സിമ്പിൾ രീതിയിൽ വളരെ പാവത്താനായ ഒരാൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഭീകരനായ ഒരു വില്ലനായി മാറുന്ന ക്ലൈമാക്സ് സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ ഞെട്ടി. അതിനുശേഷവും പുഴുവിലെ കഥാപാത്രം നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ കൊണ്ട് അദ്ദേഹം ഒരു വില്ലനാണ്, അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് സീനിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ കൊടും ക്രൂരമായ ഒരു വില്ലനിസത്തേക്ക് മാറുന്ന രീതി. എന്നാൽ അവിടെ എല്ലാം അഭിനയം വളരെ താളത്തിനനുസരിച്ച് മുന്നോട്ട് കൃത്യമായിട്ട് മീറ്റർ പിടിച്ച് കൃത്യമായിട്ട് പോകുന്ന രീതി. അതിനുശേഷം കഴിഞ്ഞ വർഷം, ഇതിനിടയിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, കഴിഞ്ഞ വർഷം ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഗംഭീര ചിത്രമാണ്. കാരണം അവിടെ അർജുൻ അശോകനാണ് യഥാർത്ഥത്തിൽ നായകൻ, വില്ലൻ എന്ന് പറയുന്നതാണ് മമ്മൂട്ടി. അന്നേരം അങ്ങനെ ഇന്നത്തെ നടന്മാർ അങ്ങനെ കൊടുക്കാൻ ചാൻസ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ അങ്ങനെയും കൊടുക്കാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇദ്ദേഹം കഥാപാത്രങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ആ കഥാപാത്രം ആ സിനിമയിൽ അവസാനം പടം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രം ഒരുപക്ഷെ അർജുന അശോകനെക്കാട്ടിൽ 100 ഇരട്ടി. അത് പക്ഷേ മോശമായിട്ടൊന്നല്ല, ഗംഭീരമായിട്ട് അർജുന അശോകനും സിദ്ധാർത്ഥ പടത്തിനകത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെങ്കിൽ പോലും കൊടുവൺ പോറ്റി എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു കഥാപാത്രമായിട്ടൊരു വില്ലനിസം നമുക്ക് ഓരോ സീനിലും, പ്രത്യേകിച്ച് ആ കോഴിയൊക്കെ തരുന്ന സീനൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഓരോ നോട്ടവും നടപ്പും അതൊരു ഇച്ചിരി ഒന്ന് പാളിയാൽ, ആ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ പാളിയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ സിനിമ ഫുള്ള് ട്രോള് വരാനുള്ള ചാൻസ് ഉള്ള സിനിമയാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, 3-4 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അന്നേരം എല്ലാവരും പറഞ്ഞു ഇത് മമ്മൂക്കയുടെ മാക്സിമം ആണെന്ന്. പക്ഷെ വീണ്ടും നമ്മളെ ഞെട്ടിക്കാൻ ജിതിൻ എന്ന് പറയുന്ന കുറുപ്പിൻ്റെ ഡയറക്ടർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം കളങ്കാവൽ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഇപ്പോൾ നമ്മൾ ജോൺ ബിട്ടാസൊക്കെ പറഞ്ഞതൊക്കെ വെച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരു ഗംഭീര വില്ലനിസമുള്ള കഥാപാത്രം. അവിടെയും എനിക്ക് ഭയങ്കരമായിട്ട് മമ്മൂട്ടിയോടൊരു ഇഷ്ടം വളരെയധികം കൂടിയത്, ബഹുമാനവും കൂടിയത്
അതിൻ്റെ ആദ്യം കാണിച്ച പോസ്റ്ററിനകത്ത് വിനായകനാണ്. അന്നേരം വിനായകനാണ് അതിനകത്ത് നായകൻ എന്നാണ്, അത് കൃത്യമായിട്ട് വിനായകൻ മമ്മൂട്ടി ഫിലിം എന്നുള്ളതാണ്. പിന്നെ വിനായകനാണ് അവിടെ നായകൻ. ഒരു ആൻറ്റി ഹീറോ ആവുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ്. ആ സിനിമ ഇപ്പം കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കഴിയുമ്പം ഉറപ്പായിട്ടും പറയാം, ഇതുവരെയും ചെയ്തേക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അപാര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും കളങ്കാവിൽ എന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷെ എനിക്ക് ആ സിനിമ കാണാനുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം ജയിലർ എന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ രജനീകാന്തിനെ തച്ചുടച്ച വില്ലൻ കഥാപാത്രമായിട്ട് മാറിയ ആളാണ് വിനായകൻ. അതായത് വില്ലൻ കഥാപാത്രത്തിനെ മാക്സിമം ചെയ്ത് കാണിച്ച വിനായകന് മുമ്പിൽ നായകനാക്കി വിനായകനെ നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് അതേപോലെ ഓപ്പോസിറ്റ് നിന്ന് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ. അന്നേരം അത് എപ്പം നമുക്ക് സ്ക്രീനിൽ കാണണമെന്നുള്ള ആവേശത്തോടുകൂടി തന്നെയാണ് നമ്മൾ തിയേറ്ററിലോട്ട് പോകുന്നത്. എൻ്റെ എത്രമാത്രം കോടികൾ കളക്ട് ചെയ്യുന്നുള്ളതല്ല, മമ്മൂട്ടി പറയുന്നത് പോലെ ആ സിനിമയോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പം കാണാൻ ഭയങ്കര ഒരു ചന്തമാണ്. കാരണം ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇത് അപ്രീസിയേഷൻ നേടുമെന്നുള്ള സംശയമില്ല. ചിലപ്പോൾ ഏപ്രിലോ മെയിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജൂണിലോ ഒക്കെ ആയിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുമായിരിക്കാം. ഇപ്പം ഒറ്റ പോസ്റ്റർ ആ സിഗരറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ കാണാം, അദ്ദേഹത്തിൻ്റെ വില്ലനിസം മുഖത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം, പുറകോട്ട് ചീകിയ മുടിയും ഒക്കെ. അന്നേരം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ട് ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? മമ്മൂട്ടി എന്നുള്ള നടൻ ഫ്ലെക്സിബിൾ അല്ല എന്ന് നേരത്തെ ജഗതി ഇങ്ങനൊരു കാര്യം പറഞ്ഞു. 5 ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടന്മാരിൽ മമ്മൂട്ടിയില്ല. പക്ഷേ അന്ന് ലോഹിദാസ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കമൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലോട്ട് മാറുമ്പോൾ മൊത്തത്തിൽ ആ നടനെ കാണാൻ പറ്റില്ല, കഥാപാത്രത്തെ മാത്രം കാണാനുള്ളൊരു ഭയങ്കരമായൊരു കഴിവ് മമ്മൂട്ടിക്കുണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഹിദാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ 2020 ശേഷം ഒരുപാടങ്ങ് പഴയതിലോട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ, ഒരു 10 പടങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ 10ലും മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ കാണാൻ പറ്റത്തില്ല, അതിനകത്തുള്ള കഥാപാത്രങ്ങളെ കാണാം. ഇപ്പം നമ്മൾ പറഞ്ഞ ആൻറ്റി ഹീറോ ആയിട്ടുള്ള വില്ലനിസമായിട്ടുള്ള എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പാസ്കൽ പട്ടേലാണെങ്കിൽ നമുക്ക് വിധേയൻ എന്ന് പറയാം, നമുക്ക് പുഴൂര കഥാപാത്രമാണെന്ന് പറയാം, മുന്നറിയിപ്പാണെന്ന് പറയാം, ഹാജിയെ കണ്ടാൽ അത് പാലരിമാണിക്യമാണെന്ന് പറയാൻ സാധിക്കുന്നത് മമ്മൂട്ടി എന്ന അസാധാരണമായിട്ടുള്ള അഭിനയ പ്രതിഭയുടെ കഴിവാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ വരുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഇത് ബെഞ്ച് മാർക്കായിട്ട് ഇപ്പം ഈ പടത്തിനകത്തെ കഥാപാത്രം, കളങ്കാവിനകത്തെ കഥാപാത്രം പറയുക ഏറ്റവും ബെസ്റ്റാണ്. അതിനെക്കാട്ടി ബെസ്റ്റ് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും നല്ല നല്ല കഥാപാത്രങ്ങൾ മമ്മൂട്ടിയെ തേടി വരട്ടെ. അദ്ദേഹം ഗംഭീരമായിട്ടത് ചെയ്യുമെന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം എല്ലാവിധ ബെസ്റ്റ് വിഷസും മമ്മൂട്ടിക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല സബ്ജക്റ്റുകളുമായിട്ട് വിസ്മയിപ്പിക്കാൻ എപ്പോഴും എത്തട്ടെ. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാറ്റ്സ് ഓഫ്.